പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അല്പസമയം നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്, നമ്മെ വഴി നടത്തുന്നതാണ്, നമ്മോട് സംസാരിക്കുന്നതാണ്, നമുക്ക് ജീവനും ചൈതന്യവും ഉത്തേജനവും ഒക്കെ നൽകുന്നതാണ്. നമ്മുടെ നിരാശകളെയും നമ്മുടെ ഭാരങ്ങളെയും ഒക്കെ മാറ്റുവാൻ കഴിവുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. സമാധാനമില്ലാതിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം എടുത്തു വെച്ച് വായിച്ചാൽ അവന് തീർച്ചയായിട്ടും സമാധാനം കിട്ടാൻ കഴിയും. വഴി അറിയാതെ ഉഴന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കണമെന്നറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിച്ചാൽ ദൈവം തീർച്ചയായിട്ടും അവനോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. ദൈവം അവന് വഴി കാട്ടിയായിരിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമുക്കൊരുമിച്ച് അല്പസമയം ആയിരിക്കാം. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ പത്രോസിൻ്റെ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രൈസ് ലോർഡ്. ഇവിടെ കരുതുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മോട് സംസാരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചാൽ, ആദിയോടന്തം നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ കർത്താവ് കരുതുന്ന ഒരു ദൈവമാണെന്ന്. ഒരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതുന്നതിനേക്കാളൊക്കെ ഉപരിയായി, ഒരപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ ഉപരിയായി, ഈ ലോകത്തിലെ ഏതു മനുഷ്യനും, എത്ര സമ്പന്നനായ മനുഷ്യനായാലും അവരുടെ തലമുറകൾക്ക്, അവരുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ കരുതുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ ആദ്യ അധ്യായങ്ങൾ നാം വായിക്കുമ്പോഴും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണാം. ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിനകത്താക്കിയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. എന്നാൽ ഏദൻ തോട്ടം ഉണ്ടാക്കിയപ്പോൾ തന്നെ, ഈ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുന്നമേ തന്നെ ഏദൻ തോട്ടത്തിനകത്ത് മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഉണ്ടാക്കി വച്ചിരുന്നിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ തന്നെ അവന് വേണ്ടി ദൈവം സകലതും കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി സകലതും കരുതുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും കരുതുന്നവനായ ദൈവത്തിൻ്റെ കരുതൽ. അത് നിങ്ങൾ കൂടുതലായി ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ ആ ഒരു ആഴമേറിയ കരുതലും ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തെക്കുറിച്ചും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കുവാനും ആഴത്തിൽ മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും. ഹല്ലേലൂയ. നാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിച്ചാലും അവിടെ നമുക്ക് അബ്രഹാം എന്ന ഒരു വ്യക്തിയെ കാണുവാൻ കഴിയുന്നു. ആ അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ദൈവം കൊടുത്ത ഒരു മകനാണ് ഇസഹാക്ക് എന്ന് പറയുന്നത്. അബ്രഹാം ഒരുപാട് സ്നേഹിച്ച മകനാണ് ഇസഹാക്ക്. എന്നാൽ ദൈവം 22-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ജീവിതത്തിൽ ദൈവം ചില പരീക്ഷകളൊക്കെ കൊടുക്കാറുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ദൈവം ചില ടെസ്റ്റുകൾ കൊടുക്കുന്നത്. ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഒന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടി ദൈവം കൊടുത്തതായ ഒരു കാര്യമാണ് നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ദൈവം അവനെ പരീക്ഷിച്ചറിയേണ്ടതിനാണ് ഇത് അവനോട് സംസാരിച്ചത്. നിന്റെ മകനായ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെ എനിക്ക് ഹോമയാഗം മോറിയാമലയിൽ കൊണ്ടുപോയി കഴിക്കണം. അബ്രഹാം അത് കേട്ടപ്പോൾ, നമുക്കറിയാം, ഏതു പിതാവായാലും അവൻ്റെ ഹൃദയം തകർന്നു പോകും. നാളുകൾ 25 വർഷത്തോളം മക്കളില്ലാതിരുന്ന അബ്രഹാം പ്രാർത്ഥിച്ചു ദൈവം അവന് കൊടുത്ത മകനാണ്. ആ മകനെ ഹോമയാഗം കഴിക്കണമെന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മാനുഷിക രീതികൾ തകർന്നു കാണും. എങ്കിലും തൻ്റെ മകനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ വാക്കും ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കുന്നതിന് കടന്നു പോകുവാനിടയായി തീർന്നു. മോറിയ മലയിലേക്ക് യാഗം കഴിക്കുന്നതിന് കടന്നു പോയപ്പോൾ
തൻ്റെ മകൻ അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രിയപ്പെട്ട ദൈവമക്കളെ. അപ്പാ, വിറകുമുണ്ട്, കത്തിയുമുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന്. ഈ മകൻ അറിയാം, അപ്പൻ യാഗം കഴിക്കാൻ പോകുമ്പം ആട്ടിൻകുട്ടിയെയും വിറകും കത്തിയുമായിട്ടാണ് കടന്നു പോകുന്നത്. ഈ യാഗം കഴിക്കേണ്ടത് ഇതൊക്കെ ആവശ്യമാണെന്ന് അവന് നന്നായി അറിയാം. എന്നാൽ ഈ യാത്രയിൽ ആട്ടിൻകുട്ടിയില്ല. വാസ്തവത്തിൽ മാനുഷിക രീതിയിൽ നാം ഒന്ന് ചിന്തിച്ചാൽ ആ ചോദ്യം കേൾക്കുമ്പോൾ ഏത് പിതാവിൻ്റെയും ഹൃദയം തകർന്നു പോകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. തൻ്റെ മകനെയാണ് യാഗം കഴിക്കുന്നതെന്ന് ആ പിതാവിനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ആ ചോദ്യം തന്നെ തകർത്ത് കളഞ്ഞതാണ്. എൻ്റെ പ്രിയ ദൈവമക്കളെയും, ദൈവം കരുതുന്ന 5 വിധങ്ങളാണ് നാം ചിന്തിക്കുന്നത്. അതിലൊന്നാമത്തെ വിഷയം, തകർന്ന് ഉടഞ്ഞ അവസ്ഥയിൽ കരുതുന്നവനായ ഒരു ദൈവം. ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം തകർന്ന് ഉടഞ്ഞ ഒരനുഭവമാണ് നമുക്ക് മോറിയയുടെ മലയിൽ കാണുവാൻ കഴിയുന്നത്. തൻ്റെ മകനെ യാഗം കഴിക്കണമോ അതോ ദൈവത്തിൻ്റെ വാക്കിനെ നിഷേധിക്കണമോ എന്നുള്ളതായ ഒരു വലിയ ഒരു തകർച്ചയുടെ അനുഭവത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരനുഭവം അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ ദൈവത്തെ അധികമായി സ്നേഹിക്കുന്ന അബ്രഹാം തൻ്റെ മകനെ അവിടെ യാഗം കഴിക്കാനായി തീരുമാനിച്ചു. ഹല്ലേലൂയ. എന്നാൽ യാഗം കഴിക്കാൻ മകൻ്റെ കൈയും കാലും എല്ലാം കെട്ടി യാഗപീഠത്തിൽ കിടത്തിയിട്ട് കത്തിയെടുത്ത് ഓങ്ങി അവനെ യാഗം കഴിക്കുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, ദൈവം അവനോട് സംസാരിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാം ഹല്ലേലൂയ അത് കേട്ടു. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ കാണുവാനിടയായി തീർന്നു. തൻ്റെ മകന് പകരമായിട്ട് അതിനെ അവിടെ യാഗം കഴിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, അബ്രഹാം ദൈവത്തെ അനുസരിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ വാക്ക് കേട്ടതുകൊണ്ട് ഹല്ലേലൂയ, അബ്രഹാമിന് വേണ്ടി ദൈവം അവിടെ ഒന്ന് കരുതുവാനിടയായി തീർന്നു. തൻ്റെ മകന് പകരമായിട്ട് ഒരാട്ടിൻകുട്ടിയെ യാഗം കഴിക്കേണ്ടതിന് ദൈവം അവിടെ അവന് വേണ്ടി കരുതുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കാം നിങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ളതായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ കടന്നു വരുമ്പോൾ നാം പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആ പ്രതികൂലങ്ങളെക്കാൾ വലിയവനായി നമ്മുടെ കർത്താവിൻ്റെ വാക്കിനെ നാം വിശ്വസിച്ച് നാം മുന്നോട്ട് സ്റ്റെപ്പ് വച്ചാൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കരുതുമെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായി നാം ചിന്തിക്കുമ്പോഴും നമ്മുടെ കർത്താവ് മരുഭൂമിയിൽ കരുതുന്നവനായ ഒരു ദൈവമാണ്. ദൈവത്തിന് സ്ഥലകാല ഭേദമൊന്നുമില്ല. എവിടെ വേണേലും ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുവാനിടയായിത്തീരും. മരുഭൂമിയിൽ ദൈവം കരുതിയെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ്. ഇസ്രായേൽ മക്കൾ നീണ്ട 430 വർഷക്കാലം മിസ്രയീമിൻ്റെ അടിമത്തത്തിൻ്റെ കീഴിലായിരുന്നു. അവരുടെ നിലവിളി കേട്ട് മോശ മുഖാന്തരം ദൈവം അവരെ അവിടുന്ന് വിടുവിച്ച് വലിയൊരു പ്രതികൂലമാകുന്ന സാഹചര്യമാകുന്ന ചെങ്കടൽ കടന്ന് അവരെ ദൈവം കൊണ്ടെത്തിച്ചത് മരുഭൂമിയുടെ ഒരു വലിയ അവസ്ഥയിലാണ്. നമുക്കറിയാം, മരുഭൂമി എന്ന് പറയുന്നിടത്ത് ഒന്നുമില്ല. അവിടെ ചൂട് മാത്രമേ ഉള്ളൂ. വെയിലും ചൂടും തണുപ്പും അല്ലാതെ അവിടെ മരുഭൂമിയിൽ ഒന്നുമില്ല. അങ്ങും ഇങ്ങുമായിട്ടുള്ള ചില വൃക്ഷങ്ങളോ അതൊക്കെ മാത്രമേ ഉള്ളൂ. മരുഭൂമിയിലല്ലാതെ കഴിക്കാനോ കുടിക്കാനോ മരുഭൂമിയിൽ ആരെങ്കിലും നമുക്ക് വല്ലതും കൊണ്ടുതരാനോ ഒന്നും മരുഭൂമിയിലില്ല. എന്നാൽ ദൈവം തൻ്റെ മക്കളെ കൊണ്ടെത്തിച്ചത് മരുഭൂമിയുടെ അനുഭവത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപാട് ജനലക്ഷങ്ങൾ മരുഭൂമിയിലൂടെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ, അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതുവാനിടയായി തീർന്നു. അവർ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി മന്ന കരുതുവാനിടയായി തീർന്നു. ദൈവം അവർക്ക് വേണ്ടി വെള്ളം കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവരിരുന്ന
അവരുടെ സ്ഥലത്തിനകത്തൂടെ മരുഭൂമിയിൽ നദികളെ ദൈവം പുറപ്പെടുവിക്കുമാറാക്കിയെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവർ ഒരുപാട് ലക്ഷം ജനങ്ങളുണ്ട്, 6-7 ലക്ഷം ജനങ്ങളുണ്ട്. അവരൊക്കെ താമസിക്കുന്നതിൻ്റെ അടുത്തൂടെ വെള്ളം അവർക്ക് വേണ്ടി ദൈവം കരുതുവാൻ ഇടയായി തീർന്നു. അവരിയ്ക്കുന്ന ഇടത്ത് ദൈവം മന്ന അവർക്ക് രാവിലെ പൊഴിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം മന്നയുടെ ടേസ്റ്റ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് തേൻ കൂട്ടിയ ദോശ പോലെയുള്ള രുചിയാണ്. നല്ല ടേസ്റ്റ് ഉള്ളതായ ആഹാരം, നല്ല വെള്ളം ദൈവം അവർക്ക് വേണ്ടി മരുഭൂമിയിലാണ് കരുതിയത്. മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത ശൂന്യമായ അനുഭവത്തിൽ ദൈവം അവർക്ക് വേണ്ടി കരുതുവാൻ ഇടയായി തീർന്നു. അവരുടെ ആഹാരം അവർക്ക് വേണ്ടി കരുതി. ഹല്ലേലൂയ. അവരുടെ വസ്ത്രം അവർക്ക് വേണ്ടി കരുതി. അവരുടെ വസ്ത്രം കീറിപ്പോയില്ലെന്നാണ്. അവർക്ക് വേണ്ടി ചെരുപ്പ് കരുതുവാനിടയായി തീർന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം ദൈവം മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കരുതുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ പുതിയ നിയമം ഇസ്രായേലാകുന്ന നാം, ഹല്ലേലൂയ, നാം ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ളതായ ഞെരുക്ക്, ഹല്ലേലൂയ, അവസ്ഥകളിലൂടെ, മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാനുള്ളത്, നിങ്ങളൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ പിന്നാലെ നോക്കി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും കരുതുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അത് മരുഭൂമി ആയതുകൊണ്ട് അവിടെ കരുതത്തില്ലെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഹല്ലേലൂയ. നിങ്ങൾക്ക് മേത്തരമായത് തന്നെ സ്വർഗത്തിലെ ദൈവം കരുതുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾക്ക് ആഹാരം, നമ്മൾക്ക് വസ്ത്രം, നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ദൈവം കരുതും. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി, ഹല്ലേലൂയ, പകൽ മേഘസ്തംഭം, ഹല്ലേലൂയ, മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന അനുഭവത്തിൽ നിന്ന് അവരെ, ഹല്ലേലൂയ, രക്ഷിക്കുന്നതിന് വേണ്ടി മേഘം കൊണ്ട് ദൈവം അവർക്ക്, ഹല്ലേലൂയ, തണലായിരുന്നു. ഹല്ലേലൂയ. രാത്രിയിൽ ആ ജനത്തിന് ദൈവം അഗ്നിസ്തൂണായി നിന്നു. ഹല്ലേലൂയ. രാത്രിയിൽ വെട്ടം, ഹല്ലേലൂയ, വെളിച്ചം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അഗ്നി തൂണുകളെ ദൈവം അവിടെ രാത്കാലത്തിൽ നിർത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇത്രത്തോളം കരുതുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ, ഒരമ്മ കരുതിയാൽ ഇത്രത്തോളം കരുതുവാൻ കഴിയുമോ? പ്രിയ ദൈവവേദനയെ, ഒരപ്പൻ കരുതിയാൽ ഇത്രത്തോളം കരുതുവാൻ കഴിയുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി കരുതിയാൽ ഇത്രത്തോളം കരുതുവാൻ കഴിയുമോ? ഇല്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ കരുതലിനേക്കാളൊക്കെ അപ്പുറമായിട്ട് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവാണ് നാം സേവിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഇന്നും നാളെയും ഒക്കെയും കരുതുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് അടുത്തതായി നാം ചിന്തിക്കുന്നത്, ഹല്ലേലൂയ, ക്ഷാമകാലത്ത് ദൈവം നമുക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ക്ഷാമകാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്തോത്രം, ക്ഷാമത്തിൽ വളരെ ഒന്നുമില്ലാത്ത ഒരു ഭവനങ്ങളിലും ഒന്നുമില്ലാത്ത ഒരു അനുഭവമായിരിക്കും. ഹല്ലേലൂയ. പിന്നെ അവിടെ ക്ഷാമത്ത് വരൾച്ചയായിരിക്കും. ക്ഷാമത്തിൽ എല്ലാ ആഹാര സാധനങ്ങളും നഷ്ടപ്പെട്ട ഒരു അനുഭവമായിരിക്കും. ഹല്ലേലൂയ. എന്നാലും സ്തോത്രം, അവിടെയും കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ക്ഷാമകാലത്ത് ദൈവത്തിൻ്റെ ഭക്തന്മാരെ കരുതുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഏലിയാവിനെ ദൈവം ക്ഷാമകാലത്ത് പോറ്റുവാനിടയായി തീർന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, 1 രാജാക്കന്മാരുടെ പുസ്തകം നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഏലിയാവിനെ ദൈവം അവിടുന്ന് കാക്കയെ കൊണ്ട് പോറ്റുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്, ഹല്ലേലൂയ, ഒരു ഭക്തനെ എങ്ങനെ പോറ്റി പുലർത്തണം. ഹല്ലേലൂയ. അത് ക്ഷാമകാലത്തായാലും, ഹല്ലേലൂയ, മരുഭൂമിയിലായാലും എങ്ങനെ പോറ്റി പുലർത്തണമെന്നറിയാം. കാക്കയെ കൊണ്ട് പോറ്റി. ഹല്ലേലൂയ. നമുക്കറിയാം, കാക്ക അങ്ങനെ ഒന്നും ആർക്കും ഒന്നും കൊണ്ട് കൊടുക്കാറില്ല. പക്ഷികളിൽ വെച്ചൊരു, ഹല്ലേലൂയ, ഒരു തട്ടിപ്പുള്ളൊരു പക്ഷിയാണെന്നാണ്, കൗശലമുള്ള ഒരു പക്ഷിയാണ് ഈ കാക്കയെന്നാണ് പറയുന്നത്. ആരുടെയെങ്കിലും കൊച്ചുകുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഇരുന്നാൽ കാക്കയത് കൊത്തി എടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ആ കാക്കയെ കൊണ്ട് കർത്താവ് തൻ്റെ ദാസനെ പോറ്റി. ഇന്നും ദൈവം അതുപോലെ തൻ്റെ ഭക്തന്മാരെ പോറ്റി പുലർത്തുന്ന അനുഭവങ്ങളുണ്ട്. കാക്കയെ കൊണ്ട് പോറ്റി പുലർത്തുന്ന ഒരു അനുഭവമുണ്ട്. ഒരു കെട്ടുകഥയല്ല ഇത്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം കാക്കയെ ഉപയോഗിക്കും.
അനുഗ്രഹിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഏലിയാവെന്ന ഭക്തന് വേണ്ടി ദൈവം ഹല്ലേലൂയ ക്ഷാമകാലത്ത് ആ ദേശത്തെങ്ങും ആഹാരമില്ലാതിരുന്നപ്പോൾ ദൈവം കാക്കയെ കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എവിടെയാണോ ആഹാരം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് കൊത്തിയെടുത്ത് കൊണ്ടുവന്ന് ഹല്ലേലൂയ അപ്പവും ഇറച്ചിയും രാവിലെയും വൈകിട്ടും തൻ്റെ ഭക്തന് വേണ്ടി ദൈവം കൊണ്ടു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവൈദ്യരെ ഹല്ലേലൂയ, നിന്റെ ഭവനത്തിനകത്ത് ക്ഷാമം പോലെയാണോ നിനക്ക് തോന്നുന്നത്? നിന്റെ ജീവിതം ഹല്ലേലൂയ ഒരു ക്ഷാമത്തിന്റെ അനുഭവമാണോ? എന്നാൽ ഹല്ലേലൂയ നീ ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ദൈവമാണോ നിന്നെ ആ സ്ഥാനത്ത് ക്ഷാമത്തിന്റെ അവസ്ഥയിലാക്കിയെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി നല്ലൊരു കാക്കയെ ഹല്ലേലൂയ ഒരുക്കും. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവവൈദ്യരെ, ദൈവത്തിന്റെ വചനം സത്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഏലിയാവിനെ ആ കാക്കയെ കൊണ്ട് പോറ്റിയ കർത്താവ് ഹല്ലേലൂയ ഏലിയാവിനെ മാത്രമല്ല ഹല്ലേലൂയ കർത്താവ് പോറ്റിയത്. ആ ദേശത്ത് ഹല്ലേലൂയ ഒരു വിധവയുണ്ടായിരുന്നു സരാഫാത്തിൽ. ഹല്ലേലൂയ അവളെയും ദൈവം ഹല്ലേലൂയ പോറ്റുവാനിടയായി തീർന്നു. സ്തോത്രം. ഏലിയാവ് ഹല്ലേലൂയ കാക്കയുടെ വരവ് ഹല്ലേലൂയ ഏലിയാവിന്റെ ജീവിതത്തിൽ നിൽക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ സാരാഫാത്തിൽ ഒരു വിധവയുണ്ട്, നീ അവിടേക്ക് കടന്നു ചെല്ലുക. ഹല്ലേലൂയ. ആ വിധവയുടെ അടുത്ത് ഏലിയാവ് കടന്നു ചെന്നപ്പോൾ അവളുടെ വീട്ടിൽ ഹല്ലേലൂയ ഒന്നുമില്ല, ഒരല്പം ഹല്ലേലൂയ മാവും അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. ഒരപ്പം ഉണ്ടാക്കി തിന്നിട്ട് ഈ വിധവയും മകനും പിന്നെ അവർക്കൊന്നുമില്ല, അവർക്ക് കൊണ്ടു കൊടുക്കുവാൻ ആരുമില്ല. അല്പം മാവും അല്പം എണ്ണയും ഒരപ്പത്തിനുള്ളതേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുമെന്നറിയാതെ ആ അമ്മയും മകനും ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് ഏലിയാവുന്ന ദൈവത്തിൻ്റെ ദാസനോടെ കടന്നു ചെല്ലുകയും ദൈവദാസൻ പറയുകയാണ്, എനിക്ക് അല്പം വെള്ളം തരണം. ഹല്ലേലൂയ. ആ വിധവ വെള്ളമെടുക്കാൻ പോയപ്പോൾ അതിൻ്റെ ദാസൻ പറയുകയാണ്, ഒരു ഇച്ചിരി അപ്പവും കൂടി എനിക്ക് തരണമേ എന്ന്. ഹല്ലേലൂയ. അപ്പോഴാണ് ആ വിധവ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ഒന്നുമില്ല. സ്തോത്രം. എന്നാൽ ദൈവഭക്തയായ വിധവ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിന് വേണ്ടി ആദ്യം ഒരു കൊച്ചു അപ്പം ഉണ്ടാക്കി കൊടുത്തു. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ വിധവയുടെ ഹല്ലേലൂയ ഭവനത്തിൽ അന്ന് തൊട്ട് മാവിനും എണ്ണയ്ക്കും ആഹാരത്തിനൊന്നും ഒരു കുറവില്ലാതെ തീർന്നു. ഹല്ലേലൂയ. ഏലിയാവും വിധവയും വിധവയുടെ മകനും ആമേൻ അവിടെ സുഭിക്ഷമായിട്ട് അവരുടെ ബന്ധുക്കളും സുഭിക്ഷമായി ജീവിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ക്ഷാമകാലത്ത് ഹല്ലേലൂയ നീ ഒരു വിധവയാണോ? ഹല്ലേലൂയ നിന്റെ വീട്ടിലൊന്നുമില്ല, അത് തീർന്നിട്ട് ഹല്ലേലൂയ നീ മരണത്തിൻ്റെ അവസ്ഥയിൽ നാളെ ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ജീവിപ്പാൻ കഴിയത്തില്ല, എനിക്കിനി മരണം മാത്രമേ ഉള്ളൂ, എന്നെ ആര് കരുതും? ഹല്ലേലൂയ എനിക്ക് വേണ്ടി ആരും കരുതുവാനില്ല എന്ന് ചിന്തിച്ച് എൻ്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂവെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ ഹല്ലേലൂയ നീ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിന്നെ പോറ്റി പുലർത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിന്നെ മാത്രമല്ല നിന്നിലൂടെ നിന്റെ ഹല്ലേലൂയ കുടുംബക്കാരെയും പോറ്റുവാൻ ദൈവത്തിന് കഴിയും. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. കാലം ഏതാണെന്നുള്ളതല്ല, അത് ക്ഷാമകാലമായാലും സമ്പന്നകാലമായാലും ഹല്ലേലൂയ ദൈവത്തിന് നമ്മെ പോറ്റി പുലർത്തുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മെ പോറ്റി പുലർത്തുവാൻ ശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഹല്ലേലൂയ ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവത്തിന് മുഖത്തേക്ക് നോക്കിയാൽ ദൈവം ഒരിക്കലും നമ്മെ ലജ്ജിപ്പിക്കത്തില്ല. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. സ്തോത്രം. ഇത് പഴയ നിയമത്തിലെ കാര്യമാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. എന്നാൽ പുതിയ നിയമത്തിലും ഹല്ലേലൂയ നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ഹല്ലേലൂയ ഇന്നലെ കരുതിയെങ്കിൽ അവൻ ഇന്നും കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ശുശ്രൂഷയിൽ അവൻ ഒരുപാട് പേർക്ക് വേണ്ടി ഹല്ലേലൂയ കരുതുവാനിടയായി തീർന്ന 5 അപ്പം കൊണ്ട് അവൻ ഹല്ലേലൂയ 5000 പേരെ പോഷിപ്പിച്ച ദൈവമാണ്. സ്തോത്രം.
ഇതിൻ്റെ 3.5 വർഷ ശുശ്രൂഷയിൽ കാലഘട്ടത്തിൽ കർത്താവ് ഒരുപാട് പ്രവൃത്തികളെ ചെയ്തു. സ്തോത്രം. തൻ്റെ ശിഷ്യനാകുന്ന പത്രോസ്, ഹല്ലേലൂയ, ഒരിക്കലും ഈ നമ്മളിപ്പോൾ വായിച്ച ലേഖനം എഴുതിയതായ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. സ്തോത്രം. പത്രോസിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്നുമില്ലാതെ ഒരു അനുഭവം ഉണ്ടാകുവാനിടയായിത്തീർന്നു. പത്രോസ് എന്ന് പറയുന്നത് ഒരു മീൻ പിടിപ്പക്കാരനായിരുന്നല്ലോ. എന്നാൽ ആ പത്രോസ് മീൻ പിടിപ്പാനായി ചൂണ്ടിരിക്കുമ്പോൾ കടന്നു പോയപ്പോൾ ഒരു രാത്രിയിൽ പത്രോസ് വളരെ അധ്വാനിച്ചിട്ട് തനിക്കൊന്നും കിട്ടുവാൻ കഴിഞ്ഞില്ല. തൻ്റെ പടക മുഴുവനും കാലിയായിരുന്നു. പത്രോസിന് ആ ഗലീലക്കടൽ മുഴുവനും നന്നായിട്ട് അറിയാം, എവിടെ മീനുണ്ട് എവിടെ മീനില്ല എന്നൊക്കെ നന്നായി അറിയാവുന്ന ഒരു മുക്കുവനായിരുന്നല്ലോ പത്രോസ് എന്ന് പറയുന്നത്. എന്നാൽ ആ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു ഒന്നുമില്ലായ്മയുടെ അനുഭവം ഉണ്ടാകുവാനിടയായിട്ട് പത്രോസ് രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ട് അവനൊന്നും കിട്ടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ശൂന്യമായ ഒരു അനുഭവം പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, ശൂന്യ അവസ്ഥയിലാണ് യേശു കർത്താവ് അവൻ്റെ അടുത്ത് കടന്നു ചെന്നത്. സ്തോത്രം. കടന്നു ചെന്നിട്ട് അവനോട് പറഞ്ഞു, പത്രോസേ, ഹല്ലേലൂയ, നീ പടകിൻ്റെ വലത്തു ഭാഗത്ത് ഹല്ലേലൂയ വലയിടാനും. സ്തോത്രം. ആ പടകിൻ്റെ വലത്തു ഭാഗത്ത് യേശുവിൻ്റെ വാക്കിന് അനുസരിച്ച് പത്രോസ് വല ഇറക്കിയപ്പോൾ അവന് പെരുത്ത മീൻകൂട്ടം ലഭിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ആ കടലിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്ന പത്രോസിന് ഒന്നുമില്ലാത്ത ശൂന്യമായിരുന്ന അനുഭവത്തിൽ അവൻ യേശുക്രിസ്തുവിൻ്റെ വാക്കിന് വല ഇറക്കിയപ്പോഴാണ് അവന് പെരുത്ത മീൻകൂട്ടം ലഭിക്കുവാനിടയായി തീർന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ചിലർക്കൊക്കെ അറിയാം. ചിലർക്ക് സമ്പത്തുണ്ടായിരിക്കാം, ഹല്ലേലൂയ. എന്നാൽ ചിലർക്ക് നല്ല ജോലിയും വിദ്യാഭ്യാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. എങ്ങനെ അവരുടെ കാര്യാദികൾ മുന്നോട്ട് നടത്തണമെന്നൊക്കെ അവർക്കറിയാം. എന്നാലും ചില സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ ശൂന്യതയുടെ അനുഭവം ഉണ്ടാകാറുണ്ട്. ആ ശൂന്യതയുടെ അനുഭവത്തെ മാറ്റിമറിക്കുവാൻ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. നിന്റെ അടുത്ത് കടന്നു വരുന്ന ദൈവമാണ്. എന്നാൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വാക്കിന് വേണം നാം വല ഇറക്കാൻ. നമ്മുടെ ജീവിതത്തിലെ ശൂന്യാവസ്ഥകളിൽ നാം ദൈവത്തോട് സംസാരിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴിവുകളെല്ലാം പ്രയോഗിച്ചിട്ടും എനിക്ക് ഒന്നും ചെയ്യുവാൻ, ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ജീവിച്ച മനുഷ്യനാണ്, വ്യക്തിയാണ്. എന്നാൽ ഇന്ന് എൻ്റെ കഴിവിന് ഞാൻ പരമാവധി അധ്വാനിച്ചിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ ശൂന്യമായ ഒരു അനുഭവത്തിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഹല്ലേലൂയ പ്രയത്നിച്ചിട്ടും നിങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു ശൂന്യ അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ നിങ്ങൾ യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നിട്ട് യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ യാത്ര നിങ്ങൾ മുന്നോട്ട് നയിച്ചാൽ നിങ്ങളുടെ ശൂന്യാവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകുവാനിടയായിത്തീരും. യേശുവിൻ്റെ വാക്കിന് വല എറിഞ്ഞ പത്രോസിൻ്റെ പടകിൽ നിറയെ പെരുത്ത മീൻകൂട്ടം ലഭിക്കുവാൻ ഇടയായിത്തീർന്നതുപോലെ ദൈവത്തിൻ്റെ വാക്കിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അതൊരു യാത്രയിൽ നമുക്ക് ആവശ്യമുള്ളത് തന്ന് നമ്മെ പോറ്റുവാനും പുലർത്തുവാനും നമുക്ക് കഴിയും. നമ്മളിവിടെ പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും പത്രോസിന് ദൈവം ഒരു പെരുത്ത മീൻകൂട്ടം കൊടുത്തു. എന്നാൽ ആ മീനിൻ്റെ പെരുപ്പത്തിലൊന്നുമല്ല പത്രോസ് സന്തോഷിച്ചത്. പത്രോസ് ഹല്ലേലൂയ ആ മീൻകൂട്ടം ലഭിച്ചപ്പോൾ അവൻ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ അവൻ വീണു. അവൻ പറയുകയാണ്, നീ എന്നെ വിട്ടുപോകണം, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. ഒരു യോഗ്യതയും അർഹതയും എനിക്കില്ല ഇതിനുള്ളത്. സ്തോത്രം. അവൻ്റെ ജീവിതത്തിലെല്ലാം ലഭിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വത്തെ അവന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ശൂന്യാവസ്ഥയിൽ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് ദൈവം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നൽകി തന്നവരായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ വീഴണം.
നമ്മൾക്ക് ദൈവം തരുന്ന നന്മകളുടെ പുറകെ മാത്രം നാം കടന്നു പോകാതെ നന്മ തന്നവനായ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ നമ്മെ തന്നെ നാം സമർപ്പിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ചിലരുണ്ട് നന്മ മാത്രം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നവരുണ്ട്. അതല്ല, ദൈവം നമ്മുടെ മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ആവശ്യമുള്ളത് നൽകി തരുമ്പോൾ ഹല്ലേലൂയ നല്ല കർത്താവിൻ്റെ മുൻപിൽ നമ്മെ തന്നെ നാം സമർപ്പിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിന് നാം ഹല്ലേലൂയ മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കണം. ദൈവത്തെ നാം അനുസരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ നാം സ്നേഹിക്കുന്നവരായിരിക്കണം. നാം ഒന്നുമില്ല എന്ന് നാം ഹല്ലേലൂയ നമ്മളൊന്ന് മനസ്സിലാക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് തൻ്റെ ജീവിതത്തിൽ അതാണ് ചെയ്തത്. ഹല്ലേലൂയ. ശൂന്യതയിൽ കരുതുന്ന ഒരു കർത്താവ്. സ്തോത്രം. അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത് ഹല്ലേലൂയ നിത്യമായും ഒന്ന് കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം ഇപ്പോൾ ചിന്തിച്ചതൊക്കെയും നമുക്ക് ഭൂമിയിലുള്ളതായ കാര്യമാണ്. സ്തോത്രം. എന്നാൽ ദൈവം കരുതുന്നത് ഭൂമിയിൽ മാത്രമല്ല. ഭൂമിയിലുള്ളതൊക്കെ താൽക്കാലികമാണ്, ക്ഷണികമാണ്, നശിച്ചു പോകുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ നശിക്കാത്തത്, ക്ഷയമില്ലാത്തത്, വാട്ടമില്ലാത്തത്, മാലിന്യമില്ലാത്ത ഒന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതുന്നു. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ കരുതി അവസാനിക്കുന്ന ഒന്നല്ല നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുമ്പോൾ ഹല്ലേലൂയ അതിനേക്കാൾ ഉപരിയായി നിത്യതയിലൊന്ന് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. സ്വർഗത്തിലൊന്ന് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നശിച്ചു പോകാത്തതും വാട്ടമില്ലാത്തതും മാലിന്യമില്ലാത്തതുമായ ഒന്ന് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതിനു വേണ്ടി ഹല്ലേലൂയ നാം മുന്നോട്ട് യാത്ര ചെയ്യുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് വാസ്തവമായിട്ടും ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മോട് പറഞ്ഞൊരു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമ്മോട് പറഞ്ഞത് ഹല്ലേലൂയ നിങ്ങൾ കലങ്ങിപ്പോകണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട. സ്തോത്രം. എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് സ്വർഗത്തിൽ ഹല്ലേലൂയ നല്ല വാസസ്ഥലങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ അഴിഞ്ഞു പോകുന്നതും നിലനിൽക്കാത്തതും ഒന്നുമല്ല, നിലനിൽക്കുന്നതായ ഹല്ലേലൂയ ഒന്ന് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. കർത്താവ് നമ്മോട് പറഞ്ഞത് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ആരും പറയുന്നതല്ല അങ്ങനെ. അവരിയ്ക്കുന്നിടത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ മറ്റുള്ളവരെ ഇരുത്തുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇരിക്കുന്ന ഹല്ലേലൂയ കസേരയ്ക്ക് വേണ്ടി മനുഷ്യൻ പലവിധമാകുന്ന കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെയും ഇരുത്തുവാൻ തക്കവണ്ണം ഇത്ര സ്നേഹവാനായ ഒരു കർത്താവ്, ഇത്ര കരുതുന്നവനായ ഒരു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട എന്ന്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. അവൻ നിങ്ങൾക്കായിട്ട് കരുതിയിട്ടുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. യേശു കർത്താവിൻ്റെ മേൽ നിങ്ങളുടെ സകല ചിന്താകുലവും ഇട്ടാൽ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി കരുതും. സ്തോത്രം. ഒരിക്കലും അവൻ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. സ്തോത്രം. ഭൂമിയിൽ മാത്രമല്ല അവൻ കരുതുന്നത്, അവൻ സ്വർഗത്തിൽ കരുതുന്ന ദൈവമാണ്. നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ സഹോദരങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കരുതിയാൽ അത് ഭൂമിയിൽ മാത്രമേ അവർക്ക് കരുതുവാൻ കഴിയത്തുള്ളൂ. അവർക്കൊക്കെ ഒരു പരിമിതികളുണ്ട്. അവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ മുഷിഞ്ഞു പോകും. എന്നാൽ ഹല്ലേലൂയ മുഷിയാതെ ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ച് നമുക്ക് ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ നിത്യമായി ഇത് കരുതുവാൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ കരുതുന്നവനായ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് ധൈര്യത്തോടെ, പ്രത്യാശയോടെ, ഉന്മേഷത്തോടെ, ഉണർവോടുകൂടെ നയിക്കാം. ഹല്ലേലൂയ.
അതിനായി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ഹല്ലേലൂയ ഓർപ്പിക്കുന്നു. ഇവിടെ 5 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ പറയുവാനിടയായി തീർന്നത്. ഒന്ന്, തകർന്ന ഉടഞ്ഞ അവസ്ഥയിൽ കരുതുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ. രണ്ടാമത് സ്തോത്രം, മരുഭൂമിയുടെ അവസ്ഥയിൽ കരുതുന്നവനായ ഒരു ദൈവം. മൂന്നാമതായിട്ട് ക്ഷാമകാലത്ത് കരുതുന്നവനായ ഒരു ദൈവം. നാലാമതായിട്ട് ശൂന്യതയുടെ അവസ്ഥയിൽ കരുതുന്നവനായ ഒരു ദൈവം. അഞ്ചാമതായിട്ട് നിത്യമായതൊന്ന് കരുതുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. ഒരു ദൈവം ഇതിൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥകളിലും കർത്താവിന് കരുതുവാൻ കഴിയും. ആദ്യത്തെ 4 അവസ്ഥകൾ ഈ ഭൂമിയിലുള്ള അവസ്ഥയാണ്. 5ാമത്തെ അവസ്ഥ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സ്ഥിരമായി കരുതുന്ന ഒരവസ്ഥയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മെ കരുതുന്ന ഒരു കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഹാലുവിൻ്റെ കരങ്ങളിലേക്ക്, കർത്താവേ ഹല്ലേലൂയ, നീ എനിക്ക് വേണ്ടി കരുതണമേ. ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നവരാ ജീവിതത്തിൽ ആരെനിക്ക് വേണ്ടി കരുതും? നാളെ എൻ്റെ അവസ്ഥ എന്തായിത്തീരും? ഹല്ലേലൂയ. അല്ലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയായിത്തീരും? ഹല്ലേലൂയ. എൻ്റെ ഭാവി എന്തായിത്തീരും? സ്തോത്രം. എനിക്ക് വേണ്ടി ആര് കരുതും? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന നിങ്ങൾക്ക് വേണ്ടി കരുതുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേലെ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് യാത്ര ചെയ്യുക. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. അതിനു മുന്നമേ തന്നെ ഹല്ലേലൂയ, നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഹല്ലേലൂയ ഈ സ്ക്രീനിൽ കാണുന്നതായ ഫോൺ നമ്പറിൽ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. നമുക്ക് ദൈവസന്നിധി നമ്മുടെ ഹൃദയങ്ങളെ പകരാം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് സ്ഥാനങ്ങളിരുന്ന ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരായിരുന്നാലും നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ കണ്ണുകളെയും ഹല്ലേലൂയ അവിടെ അടച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനിടയായിത്തീരും. നിങ്ങളുടേതായ ഹല്ലേലൂയ അവസ്ഥകൾക്ക് ദൈവം ഹല്ലേലൂയ ഒരു വിരാമം ഇടുവാനിടയായിത്തീരും. നിങ്ങളുടെ ഭാരപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. ഞങ്ങളുടെ സന്നിധാനത്തിൽ ഞങ്ങൾ ഇത്രത്തോളം സമയമായിരുന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാൻ ദൈവമക്കളെ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. കരുതുന്നവനായ ഒരു കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. സ്തോത്രം. ആമേൻ. ആ കർത്താവിനെ ഹല്ലേലൂയ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ, ആ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ, ഞങ്ങളുടെ നീറുന്ന അനുഭവങ്ങളിൽ, ഞങ്ങളുടെ വേദനിക്കുന്നതായ അനുഭവങ്ങളിൽ, ഞങ്ങളുടെ ശൂന്യാവസ്ഥയിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, വിശ്വാസത്തോടെ യാത്ര ചെയ്യുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കേൾവിക്കാരിൽ ആരെങ്കിലും ഹല്ലേലൂയ ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെട്ട് ഞെരുങ്ങുന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയമക്കളുടെ വിഷയത്തിന്മേ ദൈവത്തിന് പരിശുദ്ധാത്മാവോടുന്ന പ്രവർത്തിക്കണം. അവർക്ക് വേണ്ടി കരുതുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. നിത്യമായ അതിനു വേണ്ടി ആ കരുതലിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിച്ചാട്ട് നമ്മുടെ കാര്യങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.